ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി ശശികല ടീച്ചർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വാർത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി SITയുടെ കസ്റ്റഡിയിലായിരിക്കുകയാണ്, അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വരുന്ന വിവരങ്ങൾ. എങ്ങനെയാണ് ഹിന്ദു ഐക്യവേദി ഇതിനോട് പ്രതികരിക്കുന്നത്? ഈ സംഭവവികാസങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ട ദിവസമൊക്കെ എന്നേ കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രയും പ്രമാദമായ, ഇത്രയും അയ്യപ്പ ഭക്തരെ വേദനിപ്പിച്ച, ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഒരു സമ്പത്തിന്റെ മോഷണവും ആയി ബന്ധപ്പെട്ട, അതുപോലെ വിശ്വാസം നശിപ്പിച്ച ഒരു വിഷയത്തില് പ്രതിക്ക് തെളിവുകൾ നശിപ്പിക്കാനും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെയായി ആരെ മറ്റുള്ളവരുടെ മൊഴി മാറ്റാനും ഒക്കെ അവസരം കൊടുക്കത്തക്ക വിധത്തിൽ അവരെ സമൂഹ മധ്യത്തിൽ ഇത്രയും ദിവസം അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് വൈകിയാണെങ്കിലും ചെയ്തതിൽ സന്തോഷിക്കാൻ ഇപ്പൊ നമുക്ക് നിർവാഹമുള്ളൂ. ഇത് കുറെ മുന്നേ ചെയ്യേണ്ടതായിരുന്നു. മാത്രമല്ല, ഇത് ഉന്മേഷണം പോറ്റിയിൽ മാത്രം നിർത്തിയാലും പോരാ. പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അതാത് സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഉന്മേഷണം പോറ്റി ഇതിലെ അവസാനത്തെ കണ്ണിയായിരിക്കാം ഒരു പക്ഷേ. അതിന് മുന്നേയുള്ള പലരും എടുത്ത ഉന്മേഷണം പോറ്റിയേക്കാൾ കൊടുത്ത മറ്റുള്ളവരെ പറ്റിയുള്ള കാര്യമായ അന്വേഷണം നടക്കണം. അവരും സ്വതന്ത്രരായി നടക്കരുത്. അവരൊക്കെ സ്വതന്ത്രരായി നടക്കുന്നിടത്തോളം തെളിവുകൾ നശിപ്പിക്കപ്പെടും, സാക്ഷികളെ മൊഴി മാറ്റി പറയിപ്പിക്കും. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടത്, കാരണം ദേവസ്വം ബോർഡ് ഇതിൽ വളരെ പ്രതിസ്ഥാനത്താണ് എന്ന് എല്ലാ തരത്തിലും പുറത്തു വന്ന സാഹചര്യത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളെ, അതിന്റെ ഭാരവാഹികളെ ഒക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ അല്പമെങ്കിലും നീതി കിട്ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ശരി.